ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തിയിട്ട് അദ്ദേഹം അധികാരത്തിലെത്തിയിട്ട് 24 വർഷം തികയുകയാണ്. പ്രധാനമന്ത്രിയായിട്ടല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടങ്ങി ഇപ്പോൾ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് വരെ റെക്കോർഡുകളുടെ പെരുമഴ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടുള്ളത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടങ്ങി ഒരു തിരഞ്ഞെടുപ്പിലും തോൽവി എന്തെന്ന് രുചിക്കാതെ ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള പിന്തുണയോടുകൂടി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അദ്ദേഹം 2019 വീണ്ടും തിരിച്ചെത്തി. അതിനുശേഷം ഇപ്പോൾ മൂന്നാമത്തെ തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറി. അങ്ങനെ മൂന്നാമത്തെ ടേം ഇരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് അദ്ദേഹം കടപുഴക്കി. ഇനി നാലാമത്തെ ടേം അദ്ദേഹം പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ റെക്കോർഡും അദ്ദേഹം കടപുഴക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ അദ്ദേഹം 24 വർഷമായി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ദീർഘകാലം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ മോദിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും കൂടി 24 വർഷം പൂർത്തിയാക്കി 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2001 ഒക്ടോബർ 7 സർക്കാർ നേതൃത്വം ഏറ്റെടുത്തതോടെയാണ് അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചത്. ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സംഭവം മോദി അനുസ്മരിച്ചു. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തതായി അദ്ദേഹം സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്തത്. ഗവൺമെൻറ്റിനെ തലവനായി 25ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തെ പൗരന്മാരുടെ തുടർച്ചയായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. എൻ്റെ ജീവിതത്തിലെ ഈ വർഷങ്ങളിൽ പൗരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മുൻ UPA സർക്കാരിൻ്റെ ഭരണകാലത്ത് അഴിമതി വ്യാപകമായിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യം ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുരോഗതി കൈവരിക്കുകയാണ്. പ്രധാനമന്ത്രിയായിരുന്ന തൻ്റെ കാലത്തെ അനുസ്മരണത്തിനിടെ കഴിഞ്ഞ 11 വർഷത്തെ ഭരണത്തിനിടയിൽ ഇന്ത്യയിലെ പൗരന്മാരായിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്നും അതുവഴി നിരവധി നേട്ടങ്ങൾ കൈവരിച്ചുവെന്നും മോദി പറഞ്ഞു. ഈ സമയത്ത് 25 കോടി പൗരന്മാരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ഒരു തിളക്കമുള്ള സ്ഥലമായി മാറി. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് 2013 BJP എന്ന പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തപ്പോൾ രാജ്യം വിശ്വാസത്തിൻ്റെയും ഭരണത്തിൻ്റെയും പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. ലോകത്ത് ഇന്ത്യയെ ഒരു ദുർബല രാജ്യമായി കാണപ്പെട്ടു. മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഫോണിൽ സംസാരിച്ച് അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നു. എൻ്റെ സുഹൃത്ത് പുടിനുമായി ഞാൻ സംസാരിച്ചതായും അദ്ദേഹത്തിൻ്റെ 73ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്നതായും അദ്ദേഹം തൻ്റെ ട്വിറ്ററിലൂടെ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും പുടിൻ്റെ ജന്മദിനവും നരേന്ദ്രമോദി തൻ്റെ പൊളിറ്റിക്സിൽ 25ാം വർഷത്തിലേക്ക് 24 വർഷം കഴിഞ്ഞ് 25ാം വർഷത്തിലേക്ക് കടക്കുന്നതും ഒരുമിച്ചായതൊരു കോയിൻസിഡൻസ് ആണ് എന്നുകൂടെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.